ഇപ്പോൾ തൃശൂർ പടിയൂരിൽ നിന്നൊരു വാർത്ത വരുന്നത് കനത്ത മഴയിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നതാണ്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താത്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നതാണ് വെള്ളം കയറാനിടയാക്കിയത്. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞുവെച്ച് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയും ചെയ്തു. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, കനത്ത മഴയുണ്ട്, കൂടാതെ ഒരു താൽക്കാലിക നിർമ്മാണം കൂടി അവിടെ നടത്തി. അതുകൂടി ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നതാണോ? പ്രശ്നപരിഹാരമായോ? അനുജ, തൃശ്ശൂരിൽ കനത്ത മഴയാണ് പെയ്തത്. ഇതിനിടയിലാണ് ഈ പടിയൂരിൽ പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ച ബണ്ടിൽ വെള്ളം തങ്ങി നിന്ന് ഈ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്ന വലിയ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും, അതായത് ഇപ്പോൾ ഒരാഴ്ചയായി ഇവർക്ക് ഈ മേഖലയിൽ വെള്ളക്കെട്ടിന്റെ ശല്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എത്തിയപ്പോഴേക്കും സ്ഥിതി ആകെ മാറുന്നു. ഒരടിയോളം വെള്ളമാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ ഈ പ്രദേശത്ത് ഉയർന്നത്. ഇതോടുകൂടിയാണ് പലർക്കും വീട് വിട്ട് തന്നെ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും വീടുകളെയൊക്കെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഈ താമസം മാറ്റിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു വെക്കുന്ന നടപടിയിലേക്ക് പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ദേശീയപാതയിലാണ്. കനത്ത മഴ പെയ്തതോടുകൂടി ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മേഖലയിലെല്ലാം തന്നെ ഇതാ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ അടിപ്പാത നിർമ്മാണം എല്ലാം ഈ മഴയെ തുടർന്ന് നിർത്തിവെച്ചു. റോഡുകളാകട്ടെ ഈ മഴയിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഈ സർവീസ് റോഡുകളാണ്. ഈ സർവീസ് റോഡുകളിലെല്ലാം തന്നെ ഈ മഴയെ തുടർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടതോടുകൂടി മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. ഇന്ന് പാലക്കാട് നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് അടക്കം പോയ യാത്രക്കാരെ സംബന്ധിച്ച മണിക്കൂറുകൾ, അതായത് 3 മണിക്കൂറിലൊക്കെ അധികം ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ടി വന്നു. പലർക്കും വിമാനം തന്നെ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. നമ്മളിപ്പോൾ നിൽക്കുന്ന മുടിക്കോട് ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ്. 2 ലൈനിൽ വരുന്ന വാഹനങ്ങൾ പിന്നീട് ഒരു സിംഗിൾ ലൈനിലേക്ക് മാറുന്നു. അങ്ങനെ തുടങ്ങി ഈ സർവീസ് റോഡുകൾ ചിട്ടപ്പെടുത്തുന്നതിലെല്ലാം തന്നെ ഉണ്ടായ ഒരു അശാസ്ത്രീയത ഈ കനത്ത മഴ പെയ്തപ്പോൾ തിരിച്ചടിയാകുന്ന സാഹചര്യമാണുള്ളത്. അല്പസമയത്തിനകം റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ മേഖലയിൽ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിന് വേണ്ടി എത്തുന്നുമുണ്ട്. അനുജ, ശരി. തൃശൂർ പടിയൂരിലാണ് 100-ലധികം വീടുകളിൽ വെള്ളം കയറിയത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചൊരു താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടിനിന്നത് ആണ് ഇത്ര വലിയ പ്രതിസന്ധിക്ക് കാരണമായത് എന്നതാണ്. ഒട്ടേറെ വീട്ടുകാരെ ഇത് ബാധിച്ചിട്ടുണ്ട്. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞുവെച്ച് പ്രദേശവാസികളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു.